ഹലോ, ഞാൻ ഡോക്ടർ ശരണ്യ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, റിവർ ഷോ ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി. UTI പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പ്രഗ്നൻസിയിലെ ചില ഹോർമോൺ ചേഞ്ചസ് കാരണവും യൂട്രസ് വളർന്നു വരുമ്പോൾ മൂത്രക്കുഴികൾക്ക് ഉണ്ടാവുന്ന കുറച്ച് കംപ്രഷനും കാരണമാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. കൂടാതെ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉള്ളവർക്കും ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇതിന്റെ സിംറ്റംസ് നമുക്കറിയാം: മൂത്രക്കടച്ചിൽ, മൂത്രച്ചൂട്, നാഭിഭാഗത്തുള്ള വേദന, പനി, വിറയൽ എന്നിവയൊക്കെയാണല്ലോ. പക്ഷേ ചില ഗർഭിണികളിൽ ലക്ഷണങ്ങളില്ലാതെയും യൂറിൻ ഇൻഫെക്ഷൻ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ അസിംറ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്ന് പറയുന്നത്. ഗർഭിണികളിൽ യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ ചില കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. മാസം തികയാതെ പ്രസവേദന വരിക, വെള്ളം പൊട്ടിപ്പോവുക, കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാവുക എന്നിവയൊക്കെ. അമ്മയ്ക്കാണെങ്കിലോ ഈ ഇൻഫെക്ഷൻ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രക്കുഴലുകളിലേക്കും കിഡ്നിയിലേക്കും ചിലപ്പോൾ യൂട്രസിലേക്കും മറ്റ് അവയവങ്ങളിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. എങ്ങനെയാണ് യൂറിൻ ഇൻഫെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂറിൻ മൈക്രോസ്കോപ്പി എന്ന പരിശോധനയുടെയും തുടർച്ചയായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നവർക്ക് യൂറിൻ കൾച്ചർ നടത്തിയിട്ട് അത് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക്കും എടുക്കേണ്ടതാണ്. യൂറിൻ ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വരുമ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി 2 ലിറ്റർ വെള്ളം ഉപയോഗിക്കുക. കൂടാതെ സിംറ്റംസ് കാണുകയാണെങ്കിൽ ഡോക്ടറെ സമീപിച്ചിട്ട് യൂറിൻ ടെസ്റ്റ് നടത്തി അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഈ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറ്റി തീർക്കേണ്ടതാണ്. താങ്ക് യു.